എന്റെ കുടമാളൂർ ഭഗവതി, ആരെ ഹോൺ അടിച്ചേ? ഞാൻ പേടിക്കൊന്നുമില്ല കേട്ടോ. പഴുക്ക വെക്കി ഇത്ര നേരം വൈകിന്ന് വെച്ച് അതുകൊള്ളാം. പടികത്തിലെ ഹോണടി ഏറ്റളിയ. അർജുനൻ, അർജുനൻ, എന്നെ ഇങ്ങനെ ആരും പേടിപ്പിക്കാന്ന് വിചാരിക്കണ്ട. അങ്ങനെ ഒന്നും പേടിക്കില്ലേ തത്ത. ആഹാ, അത് ശരി. അർജുനൻ മനസ്സിലാക്കിക്കോ. അർജുനൻ നല്ല കിളി തത്ത. മനുഷ്യനെ ഇങ്ങനെ പേടിപ്പിക്കാ നീ? വെറുതെ ഇല്ല നാട്ടുകാർ കുടമാളരുന്ന് ഓടിച്ചു വിട്ടത്. ഇവിടെ വന്നിട്ടോ ഒരു മൂങ്ങാപ്പട്ടി പോലും ഇല്ല തിരിഞ്ഞു നോക്കാൻ. മുറുക്കണേ തത്ത തരണം, അടയ്ക്ക. ഇത് വല്ല കേൾക്കുന്നുണ്ടോ ആവോ? എന്റെ ഭഗവതി, ഈ തത്തോട് പിണങ്ങരുത്. തത്തയ്ക്ക് ദേഷ്യം വന്ന എങ്ങനെയാ നിനക്കറിയാലോ. നിനക്കുള്ള വെറ്റിലെ അടയ്ക്ക്. അർജുനൻ, ഫൽഗുനൻ, ഭർത്തൻ, എടാ മമ്മദേ, നീ പറഞ്ഞ പോലെ ഇനി തത്ത തന്നെയാടാ എന്റെ കിളി. അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചാലോ? ഇന്നു മുതൽ എരുമത്തടം ജോസിൽ പ്രദർശനം ആരംഭിക്കുന്നു പാവാട. തരളിതയായ ഒരു പാവാടക്കാരിയുടെ നെഞ്ചകത്ത വേദനയെ കുളിരാക്കി മാറ്റിയ നിലാവുള്ള രാത്രിയുടെ കഥ പാവാട. സംഭ്രമജനകമായ ആവിഷ്കാര രീതി കൊണ്ടും അത്യുജ്വലമായ ഛായാഗ്രഹണത്തിന്റെ നിറക്കൂട്ടുകൊണ്ടും പുതുമയുടെ പൂമഴ പെയ്യിച്ചുകൊണ്ട് പാവാട ഇന്നു മുതൽ എരുമത്തടം പാവാട. എടാ ഈത്തപ്പഴോ, ഇത്തിരി ബേസും ബാസും എക്കോയും കൂട്ടിക്കൊണ്ടുപോയി അനത്തിക്കോ. അനൗൺസ്മെന്റ് കേട്ട് ജനം കിറങ്ങി കൊട്ടകയിലെത്തണം. പുലിക്കോട്ടൈ വാലിബന്റെ പുലിമടയിൽ കിടക്കട്ടെ എരുമത്തടത്തിന്റെ ഒരു കുഴിവെടി. സുഹൃത്തുക്കളെ, നാളെയാണ് പുലിക്കോട്ടെ വാലിബന്റെ മഹത്തായ 3-ാം ദിവസം. ഈ വാലിബ വിളംബരത്തിന്റെ കൂടെ നിനക്ക് ലാട്ടറി കച്ചവടം ഉണ്ടോ? ഇല്ല, കൂടെ വെണ്ണ ബിസ്ക്കറ്റ് വിൽക്കും. ഒരു പാവാടക്കാരിയുടെ നെഞ്ചകത്ത വേദനയെ കുളിരാക്കി മാറ്റിയ നിലാവുള്ള രാത്രിയുടെ കഥ. ജോസിന്റെ പൊടി ഞാൻ വലിച്ച വരുത്തന്മാരുത്തുമ്പോ ഈ പൊടി പെശക. നീ എന്റെ പാവാടയ്ക്ക് വാലിബന്റെ മസാല അരക്കല്ലേ? ഈ എരുമയുടെ പാവാട ഞങ്ങള് ചുരിദാറാക്കും. അല്ല ജിഞ്ചറ പോടാ, അവന്റെ അമ്മൂമ്മയുടെ വാലിബൻ. ഇതാര് ഞങ്ങളുടെ ജനറേറ്റർ. ഉണ്ണിയപ്പവും റോസാപ്പൂവും രാജിന് ഇഷ്ടമാ. മനോരാജ്യത്തിന്റെ ഒരു ലോക്കൽ റിപ്പോർട്ടറാ, മണ്ണാർക്കാട് മത്തായി. കാലക്കൻ ഐഡിയ എവിടെ ഒപ്പിച്ചു? സിനിമാ പ്രസ്ഥാനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ കരിങ്കൽ ചുവരുകൾക്കകത്തു നിന്ന് പ്രൊജക്ടറുകൾ വെയിലുകളിലേക്ക് ഉഗ്ര ക്യാപ്ഷൻ. എന്റെ മത്തായി മാപ്പിളെ കുഴക്കല്ലേ, ഈ പണിക്ക് ഇപ്പോഴേ ആവശ്യത്തിന് പാരകളാ. ഇനി വീലുമ്മ തർക്കത്ത് കണ്ടേച്ച് വേണം ഓരോരുത്തന്മാർ ഈ പണിയായിട്ട് ഇറങ്ങാൻ. അതുകൊണ്ട് ജീവിച്ച് പൊക്കോട്ടളിയാ. താനെന്തായാലും എന്റെ ക്യാമറ പിടിച്ചു വാങ്ങണ്ടായിരുന്നു. അതന്നെ തിരിച്ചു തന്നല്ലോ. അതെ, മത്താശിങ്ങ വന്നേ. ഇനി ഇവിടെ നിന്നാലേ മണ്ണാർക്കാട്ടേക്കുള്ള വണ്ടി പോകും. നിന്നെ ഞാൻ എടുത്തോളാ. അവന്റെ ഫ്ലാഷ് വലിയപ്പോ ഇടിമിന്നലേറ്റ പോലെയായി. എല്ലാം അവസാനിച്ചു വിചാരിച്ചു. നിന്റെ കിടുകിടി ഞാൻ ഉടച്ചില്ലെങ്കിൽ മത്തായാണ് ഞാൻ. കാണടാ, ഇത് നമ്മുടെ മറ്റവളല്ലേ? മനുഷ്യന്റെ പ്രിങ്ങോട് കയറി നിൽക്കുമ്പോഴാ മറ്റേ മറ്റവളും. ഏതവള്? നമ്മുടെ അടയ്ക്ക. അടക്കേ
അത് മോശമായി. അവളുടെ നോട്ടം കണ്ടിട്ട് എന്റെ ടങ്കീസ് പൊട്ടിപ്പോയടാ. ഈ വള്ളം കരയ്ക്ക് അടുപ്പിക്കണേല് നിന്റെ കയ്യില് ഫലം തൊട തന്നെ വേണം. ഈ ഓച്ചാപ്പ് ഒന്നും പോരട്ടെ മോനെ. പെണ്ണെന്ന് വലിയ ഫോമിലാണല്ലോ. എടിതാത്തെ, നിന്റെ ബ്ലൗസ് നന്നായിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ എടച്ചേരിയിലെ രാധ അയച്ചല്ലേ? കഴുത്ത് വെട്ടിയത് ഉഗ്രനായിട്ടുണ്ട്. പക്ഷെ കയ്യൊക്കെ ഒത്തിരി കൂടിപ്പോയി. നീ പൊടി. എന്ത് കണ്ടാൽ അവസാനം ഒരു കുറ്റം പറയും. വെറുതെ അല്ല നീ ഇങ്ങനെ ഉണങ്ങിയിരിക്കണേ വരക്കോലി. പൊടി കൊത്തുകണ്ണി. നിന്നെ കെട്ടാൻ വരും ഇല്ലിക്കോലൻ. അവളുടെ ദേഷ്യം കാണാൻ ചന്താടാ. എന്റെ വായിന്നൊന്നും കേക്കരുത് നീ. നിനക്കത് വേണം. പട്ടിനാറിയാടെ കാണിച്ച് എന്നെങ്കിലും എനിക്ക് അവനെ കിട്ടും കയ്യില്. അവിടെ പച്ചക്കണ്ടത്തിൽ ഒറ്റുവെച്ചത് എക്കളിയാ. എടാ പടവ, നല്ല ഒന്നാം തരം കാട്ടുമോയിൽ കൊടുത്ത് ഞാൻ നെറ്റിക്കൊരണം. ഒന്ന് ഉടുത്തൊരുക്കിയേ. തിരക്കണോ പെരട്ടി വറക്കണോ? കൊണ്ടുപോയി പെരട്ടി വറക്കടാ. അസാധ്യ ഉന്നമാണല്ലോടെ. നെറ്റിക്കടിക്കണേൽ നിന്റെ അപ്പനൊരു A1 വെടിക്കാരനായിരിക്കണമല്ലോ. ഇപ്പൊ അപ്പനേക്കാ നല്ല വെടിക്കാര് മക്കളാ ചേട്ടാ. എടോ എരുമേ, എരുമത്തടം. ഓ ഇവൻ ഒറ്റ മോനാണെങ്കി ഇവന്റെ അപ്പം കരഞ്ഞത് തന്നെ. ഞങ്ങൾ 8 മക്കളാ. 8 മക്കളാ? നിന്റെ അപ്പൻ എന്താ പണി? ഇത് തന്നെ പണി. ആ പറഞ്ഞൊരു ഷോണ ലുക്കുണ്ട്. നീ മിണ്ടരുത്. ഞാൻ തീവട്ടി പലിശയ്ക്ക് കടമെടുത്ത് പെട്ടിക്ക് ഡെപ്പോസിറ്റ് അടിച്ച് കണ്ട ഷട്ടിൽ സർവീസുകാർ തെണ്ടി നനങ്ങി പെട്ടിയെടുത്ത് ബിറ്റിംഗ് കയറ്റി പോലീസിന്റെ കളസവും കാലും തിരുമ്മി പഞ്ചായത്ത് കരമടച്ച് കളിക്കാൻ വരുമ്പോ നീ മൂത്രപ്പുര പോലെ ഒരെണ്ണം കെട്ടി 2 കായം വെച്ച് വാലിമ ഒലത്തിയത് മതിയടാ. ചേട്ടനാരാ? ഇത് പഞ്ചായത്ത് പ്രസിഡന്റ്. ഓ, അപ്പൊ ഈ ചേട്ടൻ സെക്രട്ടറിയാ? ഞാൻ എരുമത്തടം ജോസിന്റെ ഓണർ, എരുമത്തടം ജാസ്. അതാ വന്നപ്പോഴേ ചാണകത്തിന്റെ ഒരു മുഷുക്ക് നാറ്റം. മതിയടാ മതിയടാ, ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. കുളം നോക്കി ഇരുന്നില്ലെങ്കിൽ കുണ്ടി ചൊറിയും മോനെ. നാളെ മുതൽ ഇവിടെ മുന്നോട്ട് പോണമെങ്കിൽ കുടിശ്ശികടക്കം പഞ്ചായത്തിന് കരമടച്ചോളണം. ടൂറിംഗ് ടാക്കീസിന് കരമടച്ചോണം. അതേത് വകുപ്പാ? അതെ, കാവുണ്ടിക്കല്ല് പഞ്ചായത്ത് ഗ്രാമസ്വരാജിന്റെ വകുപ്പാടാ കൊളനടേ. ഞാൻ അങ്ങനെ ഒരു വകുപ്പ് ഈ കരമടയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലോ ഗുൽഗുണ. ആഹാ. ഹലോ, അട്ടപ്പാടി പോലീസ് സ്റ്റേഷൻ. ആര് പന്നപ്പനാണോ? എടോ താനാ SI കൊടുക്കടോ. ആരെവിടെ രാവിലെ കെട്ടിത്തൂക്കി കൊന്നേ? ഞാൻ വിളിച്ചത് പറഞ്ഞാ മതി. ഇവിടെ ഒരു നാറി പഞ്ചായത്ത് കയറി വലസയാണ്. ഓവർ. അതിന്റെ ആവശ്യമില്ല. SI നാരായണക്കുറുപ്പിന്റെ CI പല്ലുവർക്കി നമ്മുടെ പഴയ ആളാ. ഞാൻ മറന്നുപോയി. 10 മണിക്ക് കമ്മിറ്റി ഉള്ളതാ. താനിവിടെ നിന്നോ, ഞാൻ പോരാ. അല്ലാതെ വേറെ കാര്യമൊന്നും. CI പല്ലുവർക്കെ അറിയാമെങ്കിലേ അനിയൻ ആളൊരു പടയപ്പാണല്ലോടോ. വൈകുന്നേരം ഓസാൻ വിളിച്ചാരേ. ഓക്കെ. പടയപ്പന്റെ പേര് അർണോൾഡ് ഷ്വാസ്നിക്കർ. ഇത് പറയാനാണോ ഇത്ര താമസം? நான் லேட்டா சொன்னாலும் ஸ்டைலா சொல்லு. എന്നാ റാൾഡ് ഗോൾഡ് ശ്വാസ്നികറെ, തന്റെ പുലിക്കോട്ടൈ വാലിബൻ നാളെ മുതൽ എരുമത്തടത്തിൽ 50-50. അവിടെ ഞാൻ കളിക്കും, നിന്റെ പെട്ടി കാശ് വീഴും. മീനാശുവിന്റെ അടുത്ത് തീയ ഒരുക്കല്ലേ? നിന്റെ പെട്ടി ഞാൻ ബുക്ക്. പിടി രാജ മൂല വെട്ടി, ഒളി രാജ തലവെട്ടി, അടി രാജ നീറ്റുവെടി ഒറ്റവലി. നവസാരമല്ല അതിസാരം. അടി നീ ആണ്ടിപ്പെട്ടി കട്ടപ്പൊമ്മനാന്നല്ലോടാ. തൊട്ടുകൂട്ടാൻ കമ്മിറുക്ക തൊട്ടുകൂട്ടാ പശേ. யாரன்னு நினைச்சாடா? நான் வீரபாண்டி கட்டபொம்மன்.
കട്ടപ്പവന് മഴവിളകി. അയ്യോ വാക്കത്തേക്ക് വിസിലാശാനെ. എടാ അർണോൾഡ് ചുനാമണി നഗർ, നീ തൊടുകുറി ഇട്ടോ. ഇന്നേക്ക് 5-ാം പക്കം നിന്റെ വാലിബൻ വാലും പൊക്കി എന്റെ എരുമത്തടച്ച് കിടക്കും.